ആരംഭിക്കാല്ലേ? അപ്പൊ നമ്മുടെ ആക്ടർ ബാല പുള്ളിക്കാരനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ പോലെ ഇത്രയും പഠിച്ചൊരു കള്ളൻ വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അറിയാലേ, ഇങ്ങനെ മുമ്പ് 2 എണ്ണം കെട്ടിയതാണ്. അവരെ ഒഴിവാക്കിയപ്പോ മൂന്നാമതായി മാമന്റെ മോളെ കൂടി കെട്ടിയിരിക്കുകയാണ്. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. ഇയാളുടെ സ്വഭാവത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നിരുന്നാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇയാളുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകളായിട്ടുള്ള പാച്ചു, അതായത് അമൃത സുരേഷിന്റെയും ഭാര്യയുടെയും മകൾ, അച്ഛനിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾ ലൈവിൽ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാവിനെയും എന്റെ ആന്റിനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അന്നത് വലിയ ചർച്ചാ വിഷയമായി മാറിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ബാല തന്റെ മകളെ ട്രീറ്റ് ചെയ്തത് ഒരു ശത്രുവിനെ പോലെയായിരുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പക്ഷെ സ്വന്തം ഭാര്യയോടും കുഞ്ഞിനോടും ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടും അയാൾ പബ്ലിക്കിന് മുന്നിൽ നിന്ന രീതി എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര പാവാണ്, ഞാൻ ആരെയും ദ്രോഹിക്കാനൊന്നും വരുന്നില്ലല്ലോ, എല്ലാരും കൂടെ എന്തിനാണ് എന്റെ മെക്കിട്ട് കയറുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. ഒരു പകൽമാനിനെ പോലെയായിരുന്നു അല്ലെ. ഇങ്ങേരുടെ ആ നൃത്തവും സംസാരവും കേട്ട് കഴിഞ്ഞാണെങ്കിൽ ഇങ്ങേരെ പോലുള്ള ഒരു പാവ മനുഷ്യൻ വേറെ ഇല്ലാന്ന് തോന്നിപ്പോ. ജസി മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. അങ്ങനെ ഇങ്ങനെ പബ്ലിക്കിനെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉള്ളത് പറയാലോ, ഇങ്ങനെ പോലെ ഇങ്ങനെ പുറമെ മാന്യത ചമഞ്ഞുകൊണ്ട് ഉള്ളിൽ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എനിക്ക് പണ്ടേ അറിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, അന്നത്തെ മകളുടെ ലൈവിലെ തുറന്നു പറച്ചതിന് ശേഷം ഭാരത് സ്വന്തം മകളെ സ്വന്തം ശത്രുവായിട്ടാണ് കണ്ടത് അല്ലെ. ഒരു മകൾ സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവൾ അനുഭവിച്ച് കാണണം അല്ലെ. ഇല്ലെങ്കിൽ ഒരു മകളും അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയത്തില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം അത് തന്നെ. അങ്ങനെ തുറന്നു പറയുന്ന പക്ഷം ഒരു അച്ഛൻ എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടത്? തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താന്നുള്ളതാണ് അല്ലെ. പക്ഷെ പുള്ളിക്കാരൻ ചെയ്ത് നേരെ തിരിച്ചാണ്. എനിക്കെതിരെ പറയാൻ മാത്രം നീ വളർന്നോ മോളെ, കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് മാക്സിമം ആ പെൺകുട്ടി ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഈ അമൃത സുരേഷും ഭാര്യയും തമ്മിലുള്ള ഡിവേഴ്സ് കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണത്? മകളുടെ പഠനാവശ്യത്തിനും കല്യാണ ആവശ്യത്തിനും മറ്റു ചെലവുകൾക്കും ഒക്കെ ആയിട്ട് ഒരു എമൗണ്ട് ഭാര്യ ഇടണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു തുക ഇൻഷുറൻസ് അടിക്കണം. വേറൊന്നും ഭാര്യ നിർവഹിക്കേണ്ടതില്ല എന്ന്. വളരെ മാന്യമായിട്ടുള്ള ഡീലാണത് അല്ലെ. അമൃത സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഡിവേഴ്സിനുള്ള പാരിതോഷികം പോലും അയാളിൽ നിന്നും ഇത്തരം ക്രൂരതകൾ നേരിട്ടിട്ട് പോലും അവൾ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ പല പെൺകുട്ടികളും കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാം. ഡിവേഴ്സിന് സമയത്ത് വലിയ തുകകളൊക്കെ അവർ വാങ്ങിച്ചെടുക്കാറുണ്ട് അല്ലെ. പക്ഷെ അമൃത സുരേഷ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മകളുടെ ചെലവ് മാത്രം നിർവഹിച്ചാൽ മതി എന്നൊരു ഡീല് മാത്രമേ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഇൻഷുറൻസ് തുക അടയ്ക്കാമെന്ന് ബാല ഏൽക്കുന്നത്. പക്ഷെ ഇപ്പം പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ബാല സ്വന്തം മകൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് തുക നിർത്തിപ്പിച്ചു എന്നുള്ളതാണ്. അതും എങ്ങനെയാണ്? മകൾക്ക് ഇൻഷുറൻസ് തുക നൽകേണ്ടതില്ല, എനിക്കതിന് സമ്മതമാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള രേഖ ഉണ്ടാക്കിയിട്ട് അമൃതന്റെ വ്യാജൊപ്പിട്ട് കൊടുത്തു ബാങ്കിൽ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഉറത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. സത്യസന്ധനായ കള്ളൻ. അതെ, അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും പറ്റിക്കുകയായിരുന്നു എന്നർത്ഥം. സംഭവം പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ രേഖകൾ കൃത്രിമത്വം കാണിച്ച് ആ ഇൻഷുറൻസ് തുക അങ്ങ് തട്ടിയെടുക്കുക. അതന്നെ ഇങ്ങനെയുടെ ഒരു മെന്റാലിറ്റി നോക്കണേ നിങ്ങൾ. ഒരിക്കലും ഇങ്ങനെയുടെ കയ്യിൽ അടക്കാൻ പണമില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടോ ഒന്നുമല്ല കേട്ടോ. കാരണം ഇൻഷുറൻസ് തുക എന്ന് പറയുന്ന മാസം ചെറിയ എമൗണ്ട് ആയിരിക്കും അടിക്കാനുണ്ടാവുക. കോടികൾ ആസ്തിയുള്ള ഇങ്ങേർക്ക് ഈ തുക അടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങേർക്ക് ഒരു നേരം പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന പൈസ ആവത്തുള്ളൂ. അതുപോലും ഇങ്ങനെ അടക്കാതെ ആ പണം ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പണമില്ലാത്തത് കൊണ്ടല്ല, ഇങ്ങനെയുടെ മനസ്സിലുള്ള വിദ്വേഷം കൊണ്ടാണ്. എന്റെ ഒരു തുക പോലും എന്റെ മകൾക്ക് കിട്ടരുത് എന്നുള്ള ഒരു തരം വിദ്വേഷം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയുടെ മനസ്സ് മൊത്തം വിദ്വേഷവും പകയുമാണ്. അതിനിങ്ങേർക്ക് സ്വന്തം ബന്ധവും മകളോ ഒന്നുമില്ല. എല്ലാവരോടും ഇങ്ങേർക്ക് ഇത് തന്നെയാണ്. ഇങ്ങനെ ആയി പോയെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഞങ്ങളും അത് ആലോചിക്കുന്നത്. അവർക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂർ ആയതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്. അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവൂലേ? അത് അത്രേ ഉള്ളൂ. അത് വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ കാണിച്ചത് എന്തൊക്കെ പറഞ്ഞാലും വലിയ തെണ്ടിത്തരം തന്നെയാണ്. അതിനൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയായാലും ഇയാളെ ജനിപ്പിച്ച തന്തയല്ലേ, സ്വന്തം മകൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നെങ്കിലും വിചാരിക്കാം. അതുപോലും തട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ മോളുടെ പേരിൽ 15 ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. കാരണം ഇത്രയും നാൾ മോളെ ചൊല്ലിക്കൊണ്ടായിരുന്നു ഒരു ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അവളെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കഥകളായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ വരെ കാപട്യായിരുന്നു ഉണ്ടായിരുന്നത്. അതുവരെ അവൾക്ക് ഇന്നത് കൊടുത്തു അത് കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് വരെ ആകെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ എമൗണ്ടാണ്. അതൊരു ഇൻഷുറൻസ് പോളിസി അതുവരെ എടുത്ത് അതിലുണ്ടായിരുന്ന കുറച്ച് പൈസ, വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. അതും
അതും എടുത്തു. വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് റോങ്. അവളുടെ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു സം എമൗണ്ടാണ്. അതുവരെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും കൂടെ വീണ്ടും പറ്റിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ കുഞ്ഞു പിള്ളേരെ പച്ച ജീവിക്കുന്നോടാ ഇതിലും ഭേദം വല്ല കക്കാനോ പിടിച്ചു കൊടുക്കാനോ എന്നെയും മോളെയും പറ്റിച്ചു എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യണുണ്ടായിരുന്നില്ല കോടതിയിൽ കൊടുക്കുന്ന ഡോക്യുമെൻസും. സാധാരണ അങ്ങനെ ആരും ചെയ്യുന്ന കാര്യമല്ലല്ലോ. അതും ഹൈക്കോടതിയിൽ തെളിവായിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻസിൻ്റെ ഉള്ളിൽ കള്ളത്തരം കാണിക്കുക, ഒരു എൻ്റയർ പേജ് മൊത്തം മാറ്റി എഴുതുക, അതിനകത്ത് എൻ്റെ കള്ളൊപ്പ് ഇടുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബാങ്കിൽ നിന്നത് മാറ്റി മകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം അത് മാറ്റുക. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെയും അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്തതും അവിടെയും പറ്റിക്കലുണ്ടായിരിക്കുകയാണ്, എന്നെയും പറ്റിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ വിശ്വാസത്തിലാണ് ഈ ഡിവോഴ്സിന് പുറത്ത് വന്നത്. അപ്പോൾ എന്നെയും പറ്റിച്ചിട്ടുണ്ട്, മകളെയും പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഹൈക്കോടതിയെയും പറ്റിച്ചു എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, ഈ വാർത്ത വന്നതിന് താഴെയുള്ള കമന്റ് ബോക്സിൽ ചില കമന്റുകളാണ്. മുഴുവനും ബാലക്ക് സപ്പോർട്ട് ഇഷ്ടം. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഞാൻ വായിച്ചുതരാം 1-2 കമന്റുകൾ. മഞ്ജു വാര്യരെ കണ്ടു പഠിക്കണം, ഇയാളെ വേണ്ട, കാശ് വേണം. എങ്ങനെ ഇരിക്കണത്? അമൃത സുരേഷിനോട് പറയാണ് മഞ്ജു വാര്യരെ കണ്ടുപഠിക്കാൻ. മഞ്ജു വാര്യർ ഇടയ്ക്ക് എടുക്കുന്നത്, അമൃത സുരേഷ് ഇടയ്ക്ക് എടുക്കണം. അവരും ഇവരും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മഞ്ജുവിന് ഇങ്ങനെ ഒരു ഗതികേടുണ്ടോ? മഞ്ജുവിന്റെ കാര്യത്തിൽ ഭർത്താവായിരുന്ന ദിലീപ് തന്നെയല്ലേ മോളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്, അല്ലാണ്ട് മഞ്ജു ആണോ? ഇത് കുട്ടിയുടെ അവകാശമാണ് അമൃത ചോദിച്ചത്, അല്ലാണ്ട് അമൃതക്ക് അടിച്ചു പൊളിക്കാനുള്ള ക്യാഷല്ല. തിരുമേനി എന്നോട് ക്ഷമിക്കണം, വിവരവും വിവേകവും ഇല്ലാത്തവനാണേ. അതെനിക്ക് മനസ്സിലായിരിക്കണം. ഇനിയും കൊണ്ട് അടുത്തൊരു കമന്റ് ഒന്ന് വായിച്ചുതരാം. ബാല, നിങ്ങൾ 5ന്റെ ക്യാഷ് ഇവർക്ക് കൊടുക്കരുത്. അവൾക്കും മകൾക്കും നിങ്ങളെ വേണ്ട, നിങ്ങളുടെ ക്യാഷ് വേണം, കൊടുക്കരുത് കേട്ടോ. നിങ്ങൾ സത്യത്തിൽ ഒരു പാവമായി പോയി, അതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അവളുടെ ഒരു പ്രതികരണം കുടുംബത്തിലെ പ്രശ്നമൊക്കെ ഉണ്ടാകും. ഇവൾ നല്ലൊരു കുടുംബിനായിരുന്നെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ജീവിക്കാമായിരുന്നു. അന്നേരം അതൊന്നും വയ്യ. വേറൊരുത്തിന് കുടുംബം കളി ഞാൻ മനുഷ്യനെ ഇട്ടിട്ട് പോയി, എന്നിട്ട് ഇപ്പൊ ചാടി ഇറങ്ങിയിരിക്കുന്നു. അയാൾ ക്യാഷ് എടുത്തെങ്കിൽ അയാളുടെ ക്യാഷ് അല്ല. കൊച്ചി എന്തിനു ചോദിക്കുന്നത്? അവൾക്ക് അമ്മ മതി, അച്ഛനെ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ അപ്പോൾ സമാധാനമായി പോവുകയാ, അയാൾ വെറുതെ വിട്. അങ്ങനെ ഇരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തു വെച്ചൊരു തെണ്ടിയാണ് ഇവരൊക്കെ കിടന്ന് ന്യായീകരിക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. ഐ തിങ്ക് ഇതൊരു PR വർക്കിന്റെ ഭാഗമായിട്ട് കമന്റ് ആണെന്ന് തോന്നുന്നു. മുമ്പ് ബാലയ്ക്കെതിരെ മകൾ ലൈവ് ചെയ്തപ്പോഴും മകള് ഫുള്ളും തെരുവിലായിരുന്നല്ലോ. പിന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത് അത് ബാലയുടെ PR വർക്ക് ആയിരുന്നു എന്നുള്ളത്. അതേ ഒരു അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട്. ബാല നല്ല PR വർക്ക് നടത്തുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ടിവിയിലെ അരുൺ ബാലയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡ് നല്ല രസമാണ്, ഒന്ന് കേട്ടോക്കാം. ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്. ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു, ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത്. ശരിയാണോ അത്? അച്ചോടാ പാവം, ഒന്നറിയാത്തൊരു പഞ്ചപാവം. നിങ്ങൾ വിളിക്കുമ്പോഴാണ് പോലും ഞാനിത് കേൾക്കുന്നത്. എന്താ ഞാനിതിനൊക്കെ പറയാ? ഇത്രയും ഉടായ്പ് കാണിച്ച് ഇത്രയും ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കാനുള്ള എങ്ങനെ കഴിവുണ്ടല്ലോ, ഈ പൊട്ടനെ പോലെ നിൽക്കാനുള്ള കഴിവുണ്ടല്ലോ, അത് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നു. കുറെ കേസ് പിന്നെയും വന്നു ഞാൻ അറിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതെ, ഇങ്ങനെ ആർക്കും ബുദ്ധിമുട്ടും ചെയ്യാതെ സ്വസ്ഥമായി ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാണ്. എന്തിനാണ് ഇങ്ങനെ എടുക്കാനാക്കാൻ പോകുന്നവരുണ്ട്? ഇങ്ങനെ പാവല്ലേ. ആകെ ചെയ്തൊരു കാര്യം എന്താണ്? മകളെ ദ്രോഹിച്ചു, മകളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതിന് ഇങ്ങനെട്ട് ദ്രോഹിക്കണോ? ഇങ്ങനെ അവിടെ ഇവിടെയും തമിഴ്നാട് മട്ട കഴിച്ച് പോയിക്കോട്ടെ, എന്തോ ഒരു കഷ്ടമാണ്. എന്നെ പൊട്ടനാക്കണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും വരുന്ന എനിക്കറിയില്ല. അതെ, ഒന്നും അറിയൂല. നിനക്കറിയില്ലെങ്കിൽ ഞാൻ നല്ലോണം അറിയിച്ചു തരാടാ. ഒന്നും അറിയാത്തൊരു പാവത്താനെ പോലെ കിടന്ന് മോങ്ങുന്ന കണ്ടില്ല. ഇവനൊക്കെ ഉണ്ടല്ലോ മടല വെട്ടി അടിക്കണം. വേണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് കുടുംബജീവിതത്തിലേക്ക് പോയി. ഓക്കെ ഫൈൻ. അല്ല, മകളുടെ പേരിൽ ഇൻഷുറൻസ് അടച്ചിരുന്നത് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ, എനിക്ക് അറിഞ്ഞാലേ. അതെ, മകളുടെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തോ ബാല? എന്നത്തെ കേസിന് അതിന് മേലെ കുറേ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ, അന്വേഷിച്ചിട്ട് ഈ വൈക്കാനെ വരണം കേട്ടോ. ആ വൈക്ക് അങ്ങോട്ട് പോകരുത്. അല്ല, പൊതുവെ അതാണല്ലോ ശീലം. ഇപ്പൊ പണ്ടത്തെ പോലെ കേരളത്തിലല്ലല്ലോ, തമിഴ്നാട്ടിലാണ്. അപ്പൊ അന്വേഷിച്ച് തമിഴ്നാട് വരെ വരാന്ന് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരണം. എന്നാ പിന്നെ വിട്ടോ. ഇപ്പൊ മൂപ്പര് പൊങ്ങനുണ്ടാവില്ല. എന്തായാലും ആവശ്യ സമയത്ത് മുങ്ങാനും അത്യാവശ്യ സമയത്ത് പൊങ്ങാനും ഇങ്ങനെ പോലുള്ള കഴിവുള്ള മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഞാൻ പോകുന്നു. ബൈ ബൈ.